ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിച്ച് വർഷങ്ങളായിട്ടും ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ജംഗ്ഷനിലെ 50-ലധികം വീടുകളിൽ ശുദ്ധജലമെത്തിയിട്ടില്ല. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ പ്രദേശത്ത് 3 വർഷം മുമ്പാണ് ജലജീവൻ പദ്ധതിയിൽ എല്ലാ വീടുകളിലേക്കും പൈപ്പ് സ്ഥാപിച്ച് ടാപ്പുകളും മീറ്ററുകളും സ്ഥാപിച്ചത്. പ്രദേശത്തെ കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയാതായതോടെ ശുദ്ധജലത്തിനായി അധിക തുക നൽകി സ്വകാര്യ RO പ്ലാന്റുകളെ ആശ്രയിക്കുകയാണ് പ്രദേശവാസികൾ. 3 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പ് കണക്ഷനിൽ നാളിതുവരെയായിട്ടും ഒരു തുള്ളി വെള്ളം എത്തിയിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിലും വെള്ളമുണ്ടോ എന്നറിയാൻ പ്രതീക്ഷയോടെ ഇപ്പോഴും ടാപ്പ് തിരിച്ചു നോക്കാറുണ്ട് ചിലർ. ആദ്യ മാസത്തെ ബിൽ വാട്ടർ അതോറിറ്റിയിൽ അടച്ചെങ്കിലും വെള്ളം മാത്രം കിട്ടാക്കനിയായി. അധികൃതരോട് പരാതി പറയുമ്പോൾ പലവിധ സാങ്കേതിക തടസ്സങ്ങളാണ് മറുപടി. 71-ലാണ് ഞങ്ങൾ ഇവിടെ താമസാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും വെള്ളം വന്നിട്ടും ഇല്ല. ഈ ലൈൻ വലിച്ചിട്ട് 4 വർഷത്തോളമായി. അതായത് കോവിഡിന് ശേഷമാണ്. ഇതുവരെയും വെള്ളം വന്നിട്ടില്ല അതിനകത്ത്. അരനൂറ്റാണ്ടിന് മുകളിലായി പ്രദേശവാസികൾ കുടിനീരിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പല വീടുകളിലെയും പൈപ്പ് കണക്ഷൻ നശിച്ചു തുടങ്ങി. അപ്പോഴും വെള്ളമെന്ന സ്വപ്നം മാത്രം ബ്ലോക്ക് ജംഗ്ഷൻ നിവാസികൾക്ക് അന്യമാവുകയാണ്. ജല അതോറിറ്റിയുടെ ഈ ബ്ലോക്ക് മാറുവാൻ കലവൂർ ബ്ലോക്ക് ജംഗ്ഷൻ നിവാസികൾ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? കലവൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.